റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷയിൽ തദ്ദേശ വകുപ്പിന്റെ വിവാദ നോട്ടീസ് റദ്ദാക്കും. മന്ത്രിയുടെ നിർദ്ദേശം മറികടന്ന് അനുകൂല റിപ്പോർട്ട് നൽകി തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി KM ഷാജി പറഞ്ഞു. അണ്ടർ സെക്രട്ടറി ചെയ്തത് ഗുരുതരമായ തെറ്റാണ്. വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ലജ്ജ ഉളവാക്കിയ സംഭവമാണ് ഉണ്ടായത്. റിപ്പോർട്ട് ആദ്യം സെക്രട്ടറിയുടെ പരിഗണനയിൽ വന്നപ്പോൾ അവധി നൽകാൻ സാധിക്കില്ലെന്ന് കാണിച്ച് തിരിച്ചയച്ചതാണ് എന്നും KM ഷാജി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഏതായാലും ഇതൊരു ചെറിയ ഇഷ്യൂ അല്ല. പ്രത്യേകിച്ച് ഞാൻ അതിൻ്റെ ഒരു വകുപ്പ് മന്ത്രി എന്നുള്ള എനിക്ക് വലിയ ലജ്ജ ഉണ്ടായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു നമ്മളുടെ വകുപ്പിൻ്റെ ഒരു പേപ്പർ കൊണ്ട് ഒരു ക്രിമിനൽ ഏത് പാർട്ടിക്കാരൻ എന്നുള്ള ഘടകമൊന്നുമല്ല. ലീഗ് ആവാം, കോൺഗ്രസ് ആവാം, CPM ആവാം, BJP ആവാം, ആരും ആവാം. പക്ഷേ അങ്ങനെ ഒരു ക്രിമിനലായിട്ടുള്ള ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യം ഒരുക്കുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലെ ഒരു പേപ്പർ കൊണ്ട് എന്നുള്ളത് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് എന്നെ ലജ്ജിപ്പിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കും. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. തിങ്കളാഴ്ച അതിലൊരു തീരുമാനം എന്തായാലും ആ വിഷയത്തിൽ എടുത്താൽ മതിയാവുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിൻ്റെ മുകളിൽ അൺഒഫീഷ്യലായിട്ടൊരു റിപ്പോർട്ട് അഡീഷണൽ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. ഇനി അങ്ങനെ ആഡ് ചെയ്താൽ അത് തിരിച്ച് ഞങ്ങളിലേക്ക് വരണം. ഞങ്ങൾക്ക് വരാതെ നേരെ ആഭ്യന്തര വകുപ്പിലേക്ക് അത് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പ്രൊസീജിയർ, ഒരു കീഴ്വഴക്കം ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കും. അതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും മറ്റേതെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ? ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു സാധ്യത, അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അല്ല, അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അതിൽ ആ സാധ്യതയെക്കുറിച്ച് സീരിയസ് ആയിട്ട് പരിശോധിക്കണം. ഞങ്ങളത് എങ്ങനെയാണ് എന്നത് നാളെ അടിയന്തരമായിട്ട് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് നമ്മളുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതെന്ന്. റിപ്പോർട്ടിന് പിന്നിൽ പഴയ സർക്കാരിന്റെ അവശിഷ്ടങ്ങൾ എന്നാണ് മന്ത്രി K മുരളീധരന്റെ പ്രതികരണം. തന്റെ വകുപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥരെ മാറ്റിയെന്നും K മുരളീധരൻ പറഞ്ഞു. അത് ഞാൻ മനസ്സിലാക്കുന്ന ആഭ്യന്തര വകുപ്പ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. മന്ത്രി അറിയാതെ റിപ്പോർട്ട് കൊടുത്തതിനെക്കുറിച്ച് മന്ത്രി എന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഴയ സർക്കാരിൻ്റെ അവശിഷ്ടങ്ങൾ ഇനി ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അതൊക്കെ അറിഞ്ഞ് നീക്കം ചെയ്യും. സിസ്റ്റത്തിനോട് സഹകരിക്കുന്നവരെ പൂർണ്ണമായി സംരക്ഷിക്കും. എൻ്റെ ഇപ്പം അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവരാരും ഇല്ല. ഉള്ള 1-2 പേരെ ഒന്ന് കസാല മാറ്റി ഇരുത്തിയിട്ട് ബാക്കിയൊരു കുഴപ്പമില്ല. VS രഞ്ജിത്തും ഷാഹിദ് റഹ്മാനും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം ഷാഹിദിലേക്കാണ്. ഷാഹിദ്, KM ഷാജിയുടെ പ്രതികരണം കാണുകയായിരുന്നു. ഇനിയിപ്പോൾ ലജ്ജയുണ്ടെങ്കിലും അത് വെച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലല്ലോ. ആ കത്തിന്റെ ലക്ഷ്യം അത് പൂർത്തീകരിച്ചിരിക്കുന്നു. അതായത് വകുപ്പ് മന്ത്രി അറിയാതെ, സെക്രട്ടറി അറിയാതെയാണ് ഇത്തരത്തിലൊരു കത്ത് പോയത് എന്ന കാര്യം മന്ത്രി ഉറപ്പിച്ചു പറയുകയാണ്, തറപ്പിച്ചു പറയുകയാണ്. കാരണം ഈ വിഷയം നേരത്തെ തന്നെ മന്ത്രിയുടെയും സെക്രട്ടറിയുടെയും പരിഗണനയിൽ വന്നതാണ്. പക്ഷേ ആ വന്ന സമയത്ത് തന്നെ അത് മടക്കി അയച്ചതാണ്. ഇത്തരത്തിൽ അവധി നൽകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ വിഷയത്തിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകി തിരിച്ചയച്ചതാണ്. പക്ഷേ തിരിച്ചയച്ചതിന് ശേഷമാണ് ഈ വിഷയത്തിൽ ഒരു അട്ടിമറി നടന്നിട്ടുള്ളത് എന്ന കാര്യമാണ് ഇപ്പോൾ മന്ത്രി തന്നെ പറയുന്നത്. കാരണം മന്ത്രി അറിയാതെ, സെക്രട്ടറി അറിയാതെയാണ് ഇത്തരത്തിൽ ഒരു കത്ത് അവിടെ പോയിട്ടുള്ളത്. പിന്നീട് അത് നേരെ ആഭ്യന്തര വകുപ്പിന് കൈമാറുകയായിരുന്നു. അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ അണ്ടർ സെക്രട്ടറി ഇത്തരത്തിൽ തീരുമാനമെടുത്താൽ അത് സെക്രട്ടറിയുടെ പരിഗണനയിലേക്കും പിന്നീട് അത് മന്ത്രിയുടെ അടുത്തേക്കുമാണ് വരേണ്ടത്. സെക്രട്ടറി ഏതെങ്കിലും തരത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തിരുത്തൽ നടപടി സ്വീകരിക്കേണ്ടത് മന്ത്രിയാണ്. പക്ഷേ ഈ രണ്ടുപേരും അറിയാതെയാണ് ഇത്തരത്തിൽ ഒരു കത്ത് ആഭ്യന്തര വകുപ്പിലേക്ക് പോയത് എന്ന കാര്യമാണ് മന്ത്രി അറിയുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ കർശന നടപടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് കൂടി മന്ത്രി KM ഷാജി പറയുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം നാളെ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം നടക്കുന്നത്. ആ യോഗത്തിൽ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന കാര്യമാണ് പ്രധാനമായിട്ടും അവർ പരിശോധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മന്ത്രി തന്നെ പൂർണ്ണമായിട്ടും ഈ ഉദ്യോഗസ്ഥയെ തള്ളിപ്പറയുന്നു. മാത്രവുമല്ല ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന കാര്യത്തിലുള്ള ഒരു പരിശോധന നടത്തും എന്ന കാര്യവും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. മാധു, ഷാഹിദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകുന്നത്. ഒപ്പം VS രഞ്ജിത്ത് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. VS രഞ്ജിത്ത്, ഉദ്യോഗസ്ഥ വീഴ്ച എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ നോക്കൂ, തദ്ദേശ വകുപ്പ് മന്ത്രി പറയുന്നു തദ്ദേശ വകുപ്പ് അറിയാതെയാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ച. ആഭ്യന്തര വകുപ്പും അങ്ങനെ തന്നെയാണ്. കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക്. പക്ഷേ സംവിധാനങ്ങളോ മന്ത്രിമാരോ അറിയാതെ സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ആർക്ക് ആണോ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അവർക്ക് അനുകൂലമായ നിലയ്ക്ക് ആ സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് സർക്കാർ ഇതുമായി മുന്നോട്ട് പോവുക? മാധു, മന്ത്രിക്ക് ലജ്ജയുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം പല വിഷയങ്ങളിലും മന്ത്രി BJPക്ക് അനുകൂലമായി, സംഘപരിവാറിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന ആരോപണം നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ PM ശ്രീ വിഷയത്തിലാണെങ്കിലും ശേഷാദ്രിനാഥന്റെ നിയമനത്തിലാണെങ്കിലും ഒക്കെ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും ഒക്കെ ഒരു അഭിപ്രായം ഉയർന്നിരുന്നു. ഇപ്പോൾ ഇതാ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ കൗൺസിലറായിട്ടുള്ള കാപ്പ കേസ് പ്രതിക്ക് കൗൺസിലിൽ അവധി കിട്ടാൻ വേണ്ടി അതേ വകുപ്പ് മന്ത്രിയുടെ വകുപ്പിൽ നിന്ന് ഒരു കുറിപ്പ് അത് ആഭ്യന്തര വകുപ്പിന് പോയിരിക്കുന്നു. അത് മന്ത്രി അറിയില്ല എന്ന് മന്ത്രി പറയുന്നു. ഏതായാലും മന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് ഇത് പരിഗണനയ്ക്ക് വന്നപ്പോൾ അദ്ദേഹം ഇത് പൂർണ്ണമായും തള്ളിയതാണ്.
ഇത് കൊടുക്കാൻ പാടില്ല, അവധി അപേക്ഷ അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതേ അഭിപ്രായമായിരുന്നു വകുപ്പ് സെക്രട്ടറിക്കും ഉണ്ടായിരുന്നത്. പക്ഷേ അണ്ടർ സെക്രട്ടറി ചിത്ര പി അരുണിമയുടെ കയ്യിലെത്തിയപ്പോഴേക്കും അതിന്റെ കുറിപ്പിനോട് ചേർന്ന് ആ അണ്ടർ സെക്രട്ടറിയുടെ അഭിപ്രായം കൂടി, അത് മുനിസിപ്പൽ ആക്ടിന്റെ 91A വകുപ്പ് ചേർത്തുകൊണ്ട് ഒരു അഭിപ്രായമായി ആഭ്യന്തര വകുപ്പിന് കൊടുക്കുന്നു. അതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആഭ്യന്തര വകുപ്പ് കൈമാറിയത്. അപ്പോൾ വകുപ്പ് മന്ത്രിയും വകുപ്പ് സെക്രട്ടറിയും പറഞ്ഞതിന് വിഭിന്നമായി ഒരു കുറിപ്പ്, അത് എങ്ങനെയാണ് അണ്ടർ സെക്രട്ടറി എഴുതുക, അണ്ടർ സെക്രട്ടറിയുടെ കുറിപ്പ് എന്തുകൊണ്ട് വീണ്ടും മന്ത്രിയുടെ പരിഗണനയിലേക്ക് വരാതെ ഒളിച്ചു കടത്തി എന്നുള്ള ചോദ്യമാണ് അവിടെ അവശേഷിക്കുന്നത്. ഏതായാലും മന്ത്രിക്ക് ഇതിൽ ജാള്യതയുണ്ട്, അതുകൊണ്ട് മന്ത്രി ഇതിൽ തിരുത്തു വരുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ നിർദ്ദേശം ഇപ്പോൾ പോയിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പോയിരിക്കുന്ന ആ ഉത്തരവ് റദ്ദു ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കുറിപ്പ് കൊടുത്ത അണ്ടർ സെക്രട്ടറി ചിത്ര പി അരുണിമയ്ക്കെതിരെ നടപടി വകുപ്പ് തലത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആലോചനകൾക്കായി നാളെ യോഗം വിളിക്കുന്നുണ്ട്. വകുപ്പ് മന്ത്രിക്ക് വലിയ തോതിൽ നാണക്കേടുണ്ടാക്കിയ, അവമതിപ്പുണ്ടാക്കിയ ഈ തീരുമാനത്തിൽ അണ്ടർ സെക്രട്ടറിയെ വകുപ്പ് തല നടപടിക്ക് വിധേയമാക്കാനും ആ ഉത്തരവ് ആ നിർദ്ദേശം റദ്ദ് ചെയ്യാനുമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ശരി, ഉദ്യോഗസ്ഥ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മന്ത്രിമാരെല്ലാം തള്ളി പറയുന്നത്. പക്ഷേ അതിൽ ലജ്ജയുണ്ടാകുന്നു എന്നാണ് KM ഷാജി പറഞ്ഞിരിക്കുന്നത്.